ഇതുവരെ ഔദ്യോഗികമായ ഒരു ചർച്ച നടന്നതായിട്ട് എനിക്കറിയില്ല. എന്നോടാരും സംസാരിച്ചിട്ടില്ല. നാളത്തെ യോഗം വിളിച്ചിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കുന്ന ഒരു പതിവ് AICCക്കുണ്ട്. ഇന്നിപ്പോൾ ആസാമിലെ വിളിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ വിളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വരുന്ന ഒരു വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പിന് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കളെ വിളിച്ചൊരു ചർച്ച എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ കേരള നേതാക്കളെ വിളിച്ചിരിക്കുന്നത്. അതിൽ ഇത് ചർച്ച ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടോ കോൺഗ്രസിനകത്ത് അങ്ങനെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞാൻ കാണുന്നില്ല. എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ പാർട്ടിക്കകത്തൊക്കെ പറയുമായിരുന്നു. അതൊക്കെ കോൺഗ്രസ് പോലെ ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനമാണ് അന്തിമം. അങ്ങനെ പ്രവണത കണ്ടുവരുന്നത് ശരി, അതൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളിനെ KPC പ്രസിഡൻ്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും. എന്നാൽ തലസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിന് അന്തിമ തീരുമാനം പാർട്ടിക്കുള്ളത്. അതെ, ഞാൻ പറഞ്ഞു, അതെല്ലാം തീരുമാനിക്കുന്നതും വിലയിരുത്തുന്നത് ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നതും ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കും. ശശി തരൂരിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അത് അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങളത് മുഴുവൻ വായിക്കാത്തതുകൊണ്ടാണെന്ന്. അല്ല, ഇന്നലെ മുഴുവൻ ഇന്റർവ്യൂവിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം അങ്ങനെ ആരെയും വിമർശിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചതാണ്. ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹവുമായിട്ട് അങ്ങനൊരു പാർട്ടിക്കെതിരായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഒരിക്കലും കരുതുന്നില്ല. അതൊന്നും ഞാൻ മറുപടി പറയാം.